സ്ത്രീ സുരക്ഷാ പദ്ധതി നിർത്തലാക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കേരള മഹിളാ സംഘം NFIW കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. This news sponsored by Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kuttiyadi. സ്ത്രീ സുരക്ഷാ പദ്ധതി നിർത്തലാക്കാനുള്ള സർക്കാർ തീരുമാനം ഉപേക്ഷിക്കുകയെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് കേരള മഹിളാ സംഘം NFIWന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. സ്ത്രീകളുടെ സാമൂഹിക സുരക്ഷ ഉറപ്പിക്കുകയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ലക്ഷക്കണക്കിന് വനിതകൾക്ക് ആശ്വാസമാവുകയും ചെയ്ത സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അത്യന്തം പ്രതിഷേധാർഹമാണെന്ന് സമരക്കാർ പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിക്കായി സർക്കാർ തുക വകയിരുത്താതിരിക്കുകയും നിയമസഭയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രതിഷേധങ്ങൾക്കിടയിലും പദ്ധതി നടപ്പാക്കില്ലെന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നത് സ്ത്രീകളോടുള്ള കടുത്ത അവഗണനയാണെന്നും പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത കേരള മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി P. ഭാർഗവി പറഞ്ഞു. ഈ പദ്ധതിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഗുണഭോക്താക്കളുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ അവരെ അപമാനിക്കുന്ന സമീപനം ഒരു ജനാധിപത്യ സർക്കാരിന് യോജിച്ചതല്ല. വിലക്കയറ്റവും ജീവിത ചെലവും കുതിച്ചുയർന്ന സാഹചര്യത്തിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ നിഷേധിക്കുന്നത് ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം കൂടുതൽ ദുരിതത്തിലാക്കും. സ്ത്രീകളുടെ സാമൂഹിക സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്ന് സർക്കാർ പിന്മാറുന്നത് ശക്തമായി ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയമാണെന്നും P. ഭാർഗവി പറഞ്ഞു. ഇപ്പോൾ അധികാരത്തിലേറിയ VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ നമ്മൾ അർഹിച്ച എല്ലാ നേട്ടങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ടാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. ആദ്യമായി തന്നെ ഭരണം ഏറ്റെടുത്ത് ഒരു മാസം തികയുന്നതിന് മുമ്പേ തന്നെ മുൻ ഇടതുപക്ഷ സർക്കാർ കൊടുത്തു തുടങ്ങിയ സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തലാക്കാനുള്ള ശ്രമവുമായാണ് മുന്നോട്ട് പോകുന്നത്. 16 ലക്ഷത്തിൽ പരം സ്ത്രീകൾക്ക് കുടുംബാംഗങ്ങൾക്കാണ് ഇതിൻ്റെ ഗുണം ലഭിക്കുന്നത്. പാവങ്ങളിൽ പാവങ്ങളായ സാധാരണക്കാരായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള അർഹതയുള്ള 35-നും 60 വയസ്സിനും ഇടയിലുള്ള ഗൃഹനാഥകൾക്കാണ് ഈ പെൻഷൻ നൽകിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞ 3 മാസമായി ആ പെൻഷൻ കിട്ടാതിരുന്നത് തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ഉണ്ടായതുകൊണ്ടാണെന്ന്. എന്നാൽ തുടർന്നും ആ പദ്ധതി ഉപേക്ഷിക്കാനുള്ള നീക്കവുമായാണ് UDF സർക്കാർ മുന്നോട്ട് പോകുന്നത്. രേണുക ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. പാർട്ടി കാഞ്ഞങ്ങാട് മണ്ഡലം സെക്രട്ടറി ബാലകൃഷ്ണൻ, മഹിളാ സംഘം വെള്ളരിക്കുണ്ട് മണ്ഡലം സെക്രട്ടറി ദീപ, കാസർഗോഡ് മണ്ഡലം സെക്രട്ടറി മായ കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി P. മിനി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.